പ്രധാന വാർത്തകൾ വായിക്കുന്നത് റൈന മേരി. ഫ്രൈബുർഗിൽ പുതിയ ആരാധന ആരംഭിച്ചു. പുതുതായി 6 പേരുടെ പേരുകളും കൂടി ജീവന്റെ പുസ്തകത്തിൽ ചേർക്കപ്പെട്ടു. പാസ്റ്റർ അനീഷ് തോമസ് ജർമ്മനി ദേശത്ത്. സ്റ്റുട്ട്ഗാർട്ടിൽ വാഹന അപകടം ഉണ്ടായി. 2024 വാക്തത്വ നിവർത്തീകരണ വർഷമായിരുന്നു. കുട്ടികളെ ആവേശം നിറച്ചുകൊണ്ട് യൂത്ത് മീറ്റിങ്ങും സൺഡേ സ്കൂളുകളും. വാർത്തകൾ വിശദമായി. ഫ്രൈബുർഗിൽ പുതിയ ആരാധന ആരംഭിച്ചു. ഏപ്രിൽ 7-ാം തീയതി ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് പാസ്റ്റർ ഷാജു സാമുവൽ നേതൃത്വത്തിൽ NSS ഷാസ്ട്രിയിൽ 13 EG ചർച്ചിന്റെ ആലയത്തിൽ പാസ്റ്റർ തുടങ്ങിയ ആരാധന 4:30 ആശീർവാദം പറഞ്ഞു. ഏകദേശം 15 പേരോളം കൂടി വന്ന ജനത്തിന്റെ ഇടയിൽ വലിയ സന്തോഷവും വിടുതലും ഉണ്ടായി. പഠനത്തിനും ജോലിക്കുമായി വന്ന ജനങ്ങൾ നാളുകളായി സ്വന്തം മാതൃഭാഷ ദൈവത്തെ ആരാധിക്കുവാനായി ഫ്രൈബുർഗിൽ ആരാധന തുടങ്ങുവാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആരാധനയ്ക്കായി ഇവർ പലപ്പോഴും കൊളോൺ ചർച്ചിലും ന്യൂറംബർഗ് ചർച്ചിലും പോകേണ്ട സാഹചര്യമായിരുന്നു. എന്നാൽ ജോലി സമയവും യാത്രാ ചെലവും കാരണം പലപ്പോഴും പലരും ബുദ്ധിമുട്ട് അനുഭവിച്ചു. സാരാഭാത്ത സ്ത്രീയുടെ അടുക്കൽ ദൈവം ഏലിയാവിനെ അയച്ചതുപോലെ ദൈവത്തിന്റെ സമയമായിട്ടും ദൈവം പാസ്റ്റർ ഷാജു സാമുവലിന്റെയും തന്റെ സഹധർമ്മി ജാൻസി ഷാജുവിന്റെയും നേതൃത്വത്തിൽ ഫ്രൈബുർഗിൽ ആരാധന തുടങ്ങി. ഇതോടെ ബെതൽ ഇന്റർനാഷണൽ ചർച്ച് ജർമ്മനി 8ാമത്തെ ശാഖയ്ക്ക് തുടക്കം കുറിച്ചു. ഇപ്പോൾ ഫ്രൈബുർഗ് ചർച്ചിൽ നിന്ന് നമ്മുടെ പ്രതിനിധി സിസ്റ്റർ ഗ്ലാഡീസ് ഇപ്പോൾ ലൈനോട് നമുക്ക് ഗ്ലാഡീസിനോട് ചോദിക്കാം. നമസ്കാരം. ഞാനിപ്പോൾ ആയിരിക്കുന്നത് ഇന്റർനാഷണൽ ബെതേൽ ചർച്ചിന്റെ ഭാഗമായ ഫ്രൈബുർഗ് ചർച്ചിലേക്കുമാണ്. വരൂ, നമുക്ക് അതിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഒരു മലയാള ആരാധന കിട്ടാതെ ഫ്രൈബുർഗിൽ 2 വിശ്വാസികൾ ഒരുമിച്ച് കൂടിയിരുന്ന് ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് 2 വിശ്വാസികൾ 12 വിശ്വാസികളായി പെരുകിയിരിക്കുകയാണ്. അതിൽ ഞാനും വളരെ സന്തോഷവതിയാണ്. അതുപോലെ തന്നെ ഇതിന് പിന്നിൽ നിന്ന് പ്രയത്നിച്ച ദേവദാസിനും ഞങ്ങളുടെ ദേവദാസിക്കും ഞങ്ങളുടെ ഈ സഭയിലുള്ള എല്ലാ വിശ്വാസികളും നന്ദി അർപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാവരും പ്രാർത്ഥിച്ച് സപ്പോർട്ട് ചെയ്ത് ഈ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവരോടും ഞങ്ങളുടെ നന്ദി അർപ്പിക്കുന്നു. ദൈവം തുടർന്നും ഫ്രൈബുർഗ് ചർച്ചിനെ അനുഗ്രഹിക്കട്ടെ. ഫ്രൈബുർഗ് ചർച്ചിൽ നിന്നും ക്യാമറമാൻ ബേസിലിനോടൊപ്പം ഗ്ലാഡിസ്. 6 പേരുടെ പേരുകൾ കൂടി ജീവന്റെ പുസ്തകത്തിൽ ചേർക്കപ്പെട്ടു. കഴിഞ്ഞ മാർച്ച് മാസം നടന്ന 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ കൂടെ തന്നെ സ്നാന ശുശ്രൂഷയിൽ 4 പേർ സ്നാനപ്പെട്ടു. സിസ്റ്റർ അശ്വതി, സിസ്റ്റർ പ്രസിദ്ധ, ബ്രദർ ചന്ദ്രസ്വാമി, ബ്രദർ കാശി എന്നിവരാണ് സ്നാനപ്പെട്ടത്. ഇവർ സഭയിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ തന്റെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുകയും സഭയുടെ മധ്യത്തിൽ വായ കൊണ്ട് ഏറ്റുപറയുകയും തുടർന്ന് പിതാവ് പുത്ര പരിശുദ്ധാത്മാ സന്നിധിയിൽ ജലത്തിൽ സ്നാനം സ്വീകരിക്കുകയും ചെയ്തു. ഇങ്ങനെ അവർ സ്വർഗരാജ്യത്തെ അവകാശങ്ങളായി തീർന്നു. ഈ ഉപവാസ പ്രാർത്ഥനയിൽ പാസ്റ്റർ PC ചെറിയാൻ, പാസ്റ്റർ ഫിനി യോഹൻ, പാസ്റ്റർ അനീഷ് തോമസ്, പാസ്റ്റർ ഡൊണാൾഡ് ഡേവിസ്, പാസ്റ്റർ ജോൺസൺ ജോർജ് തുടങ്ങിയ അനുഗ്രഹിക്കപ്പെട്ട കർത്തൃദാസന്മാരും വചനങ്ങൾ അറിയിക്കുകയും ദൈവസഭയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇതുകൂടാതെ ബെർലിൻ സഭയിൽ നിന്ന് 2 വ്യക്തികളും കൂടെ പരസ്യമായി ജലത്തിൽ സ്നാനപ്പെട്ടു. ബ്രദർ പിനോ, സിസ്റ്റർ മധുരി എന്നിവരാണ് സ്നാനപ്പെട്ടത്. മാത്രമല്ല, ഇതാദ്യമായാണ് ജർമ്മനി ദേശത്ത് ഒരു മലയാള സഭ പരസ്യമായി ജലത്തിൽ സ്നാനം നടത്തുന്നത്. ഇനിയും അനേക കർത്താവിന്റെ കൽപ്പന അനുസരിക്കാൻ ഇത് ഒരു തുടക്കമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പാസ്റ്റർ അനീഷ് തോമസ് ജർമ്മനി ദേശത്ത്. കേരളത്തിലെ അനുഗ്രഹിക്കപ്പെട്ട കർത്തൃദാസനും പവർഷൻ TVയിലെ പ്രമുഖ പ്രസംഗകനുമായ പാസ്റ്റർ അനീഷ് തോമസ് ഡിസംബർ 10 ജർമ്മനിയിൽ ആദ്യമായി എത്തിച്ചേർന്നു. ഏകദേശം 1 മാസത്തോളം ബെതേൽ സഭയ്ക്ക് അദ്ദേഹത്തിന്റെ വചനം നേരിട്ട് കേൾപ്പാനും പങ്കെടുക്കുവാനും ദൈവം ഇടയാക്കി. പല സഭാ കുടുംബങ്ങളും അദ്ദേഹത്തിന്റെ വീട്ടിൽ വിളിച്ച് ശുശ്രൂഷിച്ചു. കോവിഡ് കാലം മുതൽ ഓൺലൈനിലൂടെ മാത്രം വചനം കേട്ട ബെതേൽ ജനങ്ങൾ ഈ വരവ് വളരെ അനുഗ്രഹമായിരുന്നു. ഇത് ആദ്യമായിട്ടാണ് നാട്ടിൽ നിന്നൊരു പാസ്റ്റർ ജർമ്മനിയിൽ കടന്നുവന്ന് ശുശ്രൂഷിക്കുന്നത്. അനീഷ് പാസ്റ്ററിന്റെ ജീവിതത്തിൽ അത് ആദ്യമായിട്ടാണ് താൻ യൂറോപ്പ് ദേശത്ത് പോകുന്നതും യൂറോപ്പ് രാജ്യങ്ങളിൽ പോകാൻ തനിക്ക് ഒരുപാട് തടസ്സങ്ങൾ അനുഭവപ്പെട്ടു എന്നും എന്നാൽ ഇതോടെ ദൈവം എല്ലാം മാറ്റിയെന്നും താൻ വിശ്വസിക്കുന്നു എന്നും തന്റെ പ്രസംഗത്തിലൂടെ അദ്ദേഹം അറിയിച്ചു. പിന്നീടുള്ള മാസങ്ങളിൽ അദ്ദേഹത്തിന് ഓസ്ട്രേലിയയിലും കാനഡയിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും ദൈവവേലയായി ബന്ധപ്പെട്ട് പോകുവാൻ ദൈവം സഹായിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. 2004 മുതൽ വിദേശ രാജ്യങ്ങളിൽ ഗൾഫിനപ്പുറത്തുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലും യുഎസിലുമായിട്ടൊക്കെ വിസയ്ക്ക് വേണ്ടി ഞാൻ ട്രൈ ചെയ്യുകയായിരുന്നു. Since 2004 I've been trying to travel to the western worlds like Europe and US. 7 പ്രാവശ്യം 4-5 രാജ്യങ്ങളിൽ
എന്റെ വിസ റിജക്റ്റ് ആകുവാനിടയായി. For 7 times for 5 countries my visa was rejected. ആദ്യമായിട്ട് ഒരു സ്ഥലത്ത് അപ്രൂവൽ ആയത് ഇവിടെയാണ്. This is the first place where my visa got approved. I thank God for that. അതൊരു വഴിയായിരുന്നു. This is a way. ഇവിടെ അപ്രൂവൽ ആയതിന്റെ അന്ന് തന്നെ കാനഡയിൽ നിന്നൊരു സ്പോൺസർ ലെറ്റർ അവിടെ ചെല്ലാനായിട്ട് വരാനിടയായി. ഞാനത് കൊടുത്തില്ല. On the same day that the visa of Germany was approved, the same visa from Canada was a sponsor was there in Canada, so that was also approved. അടുത്ത ഓസ്ട്രേലിയ കോൺഫറൻസിനും അതുപോലെ തന്നെ അമേരിക്കൻ കോൺഫറൻസിനും 2 സ്ഥലത്ത് ദൈവവചനം പ്രസംഗിക്കുവാനുള്ള വിളി വരുവാനിടയായി. Now after that, I got a call from Australian conference as well as from US conference to I got a call to preach the word of God. എന്റെ ലൈഫിൽ നിർണായകമായ ഒരു വഴിത്തിരിവായി ഈ കൂട്ടായ്മകളെ ദൈവം മാറ്റുന്നത് ഓർത്ത് ഞാൻ I'm thanking God that this meeting has become a turning point. സ്റ്റുട്ട്ഗാർട്ടിൽ വാഹന അപകടമുണ്ടായി. ഒക്ടോബർ 29 ഞായറാഴ്ച രാവിലെ സ്റ്റുട്ട്ഗാർട്ടിൽ ആരാധനയ്ക്ക് പോകുന്ന വഴിയിലാണ് അപകടമുണ്ടായത്. നിയന്ത്രണം വിട്ട കാർ മുന്നിൽ പോകുന്ന വണ്ടിയിൽ ഇടിക്കുകയായിരുന്നു. ശക്തമായി ഇടിയെ തുടർന്ന് കാറിന്റെ മുൻഭാഗം പൂർണ്ണമായി തകർന്നു. എന്നാൽ കാറിൽ യാത്ര ചെയ്തിരുന്ന ആർക്കും ദൈവം ഒരു പോർ പോലും ഏൽക്കാതെ സൂക്ഷിച്ചു. നിന്റെ എല്ലാ വഴികളും നിന്നെ കാക്കേണ്ടെന്ന് അവൻ നിന്നെ കുറിച്ച് തന്നെ ദൂതന്മാർക്ക് കൽപ്പിക്കും എന്ന് സങ്കീർത്തനത്തിൽ വായിക്കുന്ന പോലെ ഇവിടെയും അനുഭവിച്ചറിയാൻ കഴിഞ്ഞു. 2024 വാക്തത്വ നിവർത്തീകരണ വർഷമായിരുന്നു. 2017 സിസ്റ്റർ ജാൻസി ഷാജു ലൂരി, 2019 ലണ്ടൻ ദൈവവേല ചെയ്തിരുന്ന ആനന്ദ് പാസ്റ്ററിലൂടെ ബേഥേൽ സഭയുടെ അറിയിച്ച ദൂത് ഇതായിരുന്നു. യെശയ്യാ 43:6 ഞാൻ വടക്കിനോട് തരിക എന്നും തെക്കിനോട് തടുത്തു വെക്കരുതെന്നും കൽപ്പിച്ചു. ദൂരത്തിൽ നിന്ന് എന്റെ പുത്രന്മാരെയും ഭൂമിയുടെ അറ്റത്തിൽ നിന്ന് എന്റെ പുത്രിമാരെയും എന്റെ നാമത്തിൽ വിളിച്ച് എന്റെ മഹത്വത്തിനായി നിർമ്മിച്ചുണ്ടാക്കിയും ഇരിക്കുന്നു. ഏവരെയും കൊണ്ടുവരും. 2017 വെറും 10 പേര് മാത്രം കൂടിയിരുന്ന ജനത്തെ നോക്കി ഇങ്ങനെ ഒരു ദൂത് അറിയിച്ചപ്പോൾ അത് കേൾവിക്കാരിൽ ഒരു ആശ്ചര്യമുണ്ടാക്കി. ആ കാലത്ത് പഠനത്തിനായോ ജോലിക്കായോ ആരും ജർമ്മനിയിൽ തിരിഞ്ഞെടുത്തിരുന്നില്ല. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇത് എങ്ങനെ സംഭവിക്കും എന്ന് പലരും ചിന്തിച്ചു. എന്നാൽ പിന്നീട് സംഭവിച്ചതെല്ലാം അത്ഭുതങ്ങളായിരുന്നു. വിസ നിയമങ്ങൾ മാറി. ജർമ്മൻ സിറ്റിസൺ മാത്രം പഠിക്കുവാൻ അവകാശമായിരുന്നു. ഹൗസ് ബിൽഡിംഗ് കോഴ്സ് പുറത്തു ദേശത്തുള്ള ആർക്കും വന്നും പഠിക്കാം എന്നുള്ളതായിരുന്നു. ജോലിക്ക് പഠനത്തിനുമായി അനേകർ വന്നു തുടങ്ങി. 2021 മുതൽ മറ്റു സ്റ്റേറ്റുകളിൽ സഭ സ്ഥാപിക്കാനും തുടങ്ങി. ഞാൻ എൻ്റെ ജനത്തെ പാർശ്വത്തിൽ വഹിച്ചുകൊണ്ട് വരും എന്ന വാക്തത്വ പ്രകാരം ദേശത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ജനങ്ങൾ ആരാധനയ്ക്കായി വന്നു തുടങ്ങി. 2017 15 പേര് മാത്രം പങ്കെടുത്ത ന്യൂ ഇയർ സർവീസിൽ 2024 എത്തിയപ്പോൾ അത് 100 കവിഞ്ഞു. നടന്നു വന്നവരും നനയ്ക്കുന്നവരും ഏതുമില്ല. വളരുമാറാകുന്ന ദൈവത്തിന്റെ സകലമായ മഹത്വം സമർപ്പിക്കുന്നു. കുട്ടികളിൽ ആവേശം നിറച്ചുകൊണ്ട് സൺഡേ സ്കൂളും യൂത്ത് മീറ്റിങ്ങുകളും. കുട്ടികളിൽ ആവേശം നിറച്ചുകൊണ്ട് സൺഡേ സ്കൂളും യൂത്ത് മീറ്റിങ്ങും പ്രോഗ്രാമുകളും മുന്നേറുന്നു. 2ാം ക്ലാസ് മാത്രം ഉണ്ടായിരുന്നു നമ്മുടെ സൺഡേ സ്കൂൾ. കഴിഞ്ഞ വർഷം മുതൽ അത് 5ആയി വർദ്ധിച്ചു. ഇനി വരും വർഷങ്ങളിൽ അത് ഇനിയും വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്ന് പഠനങ്ങൾ പറയുന്നു. എല്ലാ മാസത്തിന്റെ അവസാന ഞായറാഴ്ച ദിവസങ്ങളിൽ യൂത്ത് മീറ്റിങ്ങുകളും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നടക്കുന്നു. ആദ്യ നാളുകളിൽ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ കുട്ടികൾ വിരസത കാണിച്ചെങ്കിലും ഇപ്പോൾ കുട്ടികൾ വളരെ ഉത്സാഹിതരാണ്. ഇതിനു വേണ്ടി സഹായിക്കുന്ന മാതാപിതാക്കളോടും സൺഡേ സ്കൂൾ അധ്യാപകരോടും പ്രത്യേകത നേതൃത്വത്തിൽ നൽകുന്ന സിസ്റ്റർ ധന്യയോടും ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. സഭയിൽ നേരിട്ട് സൺഡേ സ്കൂൾ അറ്റൻഡ് ചെയ്യാൻ കഴിയാത്ത കുട്ടികൾക്ക് വേണ്ടി ഓൺലൈൻ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. അതിനു പുറമെ സഭയുടെ അകത്തും പുറത്തുമായുള്ള യുവാക്കൾ ആത്മീയ വളർത്തുവാനും അവരുടെ വിഷയങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുവാനും എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ യൂത്ത് മീറ്റിങ്ങുകളും നടക്കുന്നു. ഇനിയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.